ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഇന്നും വീഡിയോ എടുക്കുന്നതാണ്. ഓക്കെ, ഇന്നും പ്രത്യേകിച്ചാണ് വീഡിയോ എടുക്കാനില്ല. നമ്മൾ ഇപ്പം വോട്ടിൻ്റെ സമയമല്ലേ, ഇലക്ഷൻ്റെ സമയമാണ്. നമുക്ക് സ്കൂൾ ലീവ് ഉണ്ടെന്ന് അതുകൊണ്ടാണ് രാവിലെ തന്നെ വീഡിയോ. അപ്പം 11:20 അപ്പോൾ ഞാൻ ലേറ്റ് ആയി എണീക്കാൻ, കാരണം സ്കൂളിൽ പോകുമ്പോൾ രാവിലെ എണീക്കാനുണ്ട്. ഇന്നൊരു 10:30 എണീക്കും, 10:30 അല്ല, ഒരു 10 മണിയായി എണീക്കാൻ. ഓക്കെ, സ്കൂളിലുള്ള ദിവസമില്ല, അവർക്ക് എണീക്കാൻ പറ്റില്ല. സ്കൂളിലെ ദിവസം രാവിലെ തന്നെ എണീച്ചു വരും ഞാൻ. ഇന്ന് കുറച്ചത്തിന് ഉറങ്ങി. ഓക്കെ, ഇപ്പം നമുക്ക് സ്കൂളിൽ നിന്ന് ലീവാണ്. നാളെ ഉണ്ട് കേട്ടോ, ഫ്രൈഡേ ആണ്. അപ്പം നാളെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്നലെ സ്കൂളില്ലേനു, ഇന്നലെ മദ്രസ ഉണ്ട്. ഇന്ന് മദ്രസയിലും സ്കൂളിൽ രണ്ടുമില്ല. രണ്ടും ചെയ്തോട്ടി. ഓക്കെ, നമ്മൾ പണ്ട് വീഡിയോ ചെയ്തില്ല ഗൈസ്, മെയ് 1 റെയിൻ പറഞ്ഞിട്ട്. മെയ് 1 റെയിൻ, നമ്മൾ മെയ് മാസത്തിൽ റെയിൻ മഴ പെയ്യുന്ന ഇടിവെട്ടുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാന്താരികളൊക്കെ പറിച്ചിട്ട് ഉജാല കളിക്കിയിട്ട് അത് കാന്താരി ഇട്ടിട്ട് പഴലെടുത്തുണ്ട് അതിൻ്റെ ഇട്ടിട്ട് രാവിലെ നോക്കുമെന്ന് പറഞ്ഞ്. ഓക്കെ, പണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഒരു വീഡിയോ ഒന്ന് ചെയ്യാം. ഓക്കെ, അപ്പം പണ്ട് നമ്മളെ വീട്ടിലൊരുത്തരും കൂടി ഞാൻ ഗൈസ്. അപ്പം ഒരു വെക്കേഷൻ ടൈമിലാണ് വന്നത്. വെക്കേഷൻ നമ്മൾ സ്കൂളിൽ വെക്കേഷൻ ഇല്ലേ, അപ്പോൾ ഒരു വെക്കേഷൻ വരുന്നത് നമുക്ക്. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എക്സാമാണ് സ്കൂളിൽ. അപ്പം എക്സാം ഇപ്പം കഴിയാനിനി 22 കഴിയുമെന്ന് തോന്നുന്നു. അപ്പോൾ എക്സാം ഒരു 10 ദിവസം ലീവ് ഉണ്ടാവും. ആ 10 ദിവസമാണ് ലീവ് ഉണ്ടാവില്ല, വെക്കേഷൻ 10 ദിവസം ലീവ് ഉണ്ടാവും. പിന്നെ ഒരു എക്സാം കൂടി ഉണ്ട്, വെക്കേഷൻ 10 ദിവസം ഇല്ലേ. ആ 10 ദിവസം ഈ എക്സാം കഴിഞ്ഞാൽ വെക്കേഷൻ 10 ദിവസം ഉണ്ടാവും. ആ 10 ദിവസം കഴിഞ്ഞ് പിന്നെ സ്കൂൾ തുറക്കും. പിന്നെ ഒരു എക്സാം വന്നിട്ട് പിന്നെ സ്കൂൾ പോയിട്ട് 2 മാസം കൂട്ടും. അപ്പോൾ 2 മാസം കൂട്ടുമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനും കൊണ്ട് വീഡിയോ ചെയ്തില്ലായിരുന്നു. അത് ഒന്ന് വെക്കേഷൻ ടൈമിലാണ് വന്നത്. നമുക്ക് വേണമെന്നൊരു വിളിക്കുവാണ് വീഡിയോ ചെയ്യാൻ. ഓക്കെ, വെക്കേഷൻ ടൈമിലൂടെ വരാൻ പറയുവാണെങ്കിൽ വെറുതെ. ഓക്കെ, അപ്പം വേറെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ടാണ് അവൻ വന്നത്. ഓക്കെ, സ്കൂൾ ടൈം കാരണം എനിക്ക് സ്കൂളിൽ പോട്ടെ. ഓക്കെ, അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു കേട്ടോ, നമുക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഗൈസ്, നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും. ഇവിടെ കൊണ്ട് സ്റ്റെപ്പ് ചെയ്യാൻ തന്നെ കുറേ പാടാണ്. ഓക്കെ, നമ്മൾ താട്ടൊക്കെ ഭയങ്കര ആണ് കാരണം ഒറ്റ ബേബിയെ കൊണ്ട് കൂക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രൈൻഡർ പോലത്തെ എടുത്തിട്ടുണ്ടാടാ, വെറുതെ കൂക്കിയിടുക കണ്ടോ. കേട്ടോ, അപ്പുറത്തെ വീട്ടിൽ ഒരു ഗ്രൈൻഡർ പോലത്തെ എടുത്തിട്ടുണ്ട്. ആള് കണ്ടുള്ളത് സാരം ആൾക്കാർ പോകുന്നുണ്ട്. ഞാനിവിടെ ആ തോടില്ല, ആ തോടിൽ കൂടെ ആൾക്കാർ കയറി പോകുന്നു. എല്ലാവരും എണ്ണ നോക്കുന്നിങ്ങനെ. എണ്ണ നോക്കിയത് ഞാൻ പറഞ്ഞത് അപ്പുറത്തെ വീട്ടിലൊരു ഗ്രൈൻഡർ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. വരാണ്ട് വെച്ച് അടക്കുക. അവൾക്ക് വീട് കൊണ്ടില്ല, പുറത്ത് ഈ അവൻ്റെ സൗണ്ടിൽ നമുക്ക് ദേഷ്യം പിടിക്കും. ഓക്കെ, ഏതോ ഒരുത്തരാണ് എനിക്കറിയണോനാ. ഓക്കെ, അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് വെക്കേഷൻ ടൈം ആട്ടം. രണ്ട് മാസം ലീവ് ഉണ്ടാവില്ലേ വെക്കേഷൻ ടൈം. 2 മാസം നമുക്ക് മാർച്ച് ഏപ്രിൽ മെയ് ആയിരിക്കും ലീവ്. അതിപ്പം എനിക്ക് കുറേ സ്ഥലം ഇനി. ഓക്കെ, അപ്പോൾ 10 ദിവസം വെക്കേഷൻ ലീവ് ഉണ്ടാവും. പക്ഷെ 10 ദിവസം വെക്കേഷൻ ലീവ് ഇട്ട് കാര്യമില്ല, മദ്രസ ഉണ്ടാവും കേട്ടോ, ആ പ്രശ്നം. പക്ഷെ 2 മാസം പൂട്ടുമ്പോൾ മദ്രസ കുറച്ച് ദിവസം ലീവ് ഉണ്ടാവും തോന്നുന്നു. പക്ഷെ എന്നാലും മാസം ചാൻസുണ്ട്. അപ്പോൾ അതൊന്നും കാട്ടെ, നമുക്ക് ആ ടൈമിൽ നോക്കാം. ഓക്കെ, ഇനിയിപ്പം ഈ എക്സാം നമുക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ കുറയുന്നത് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ ഇല്ല രാത്രി. അപ്പോൾ എക്സാം ആയതുകൊണ്ടാണ് വീഡിയോ എത്തുന്നത്. ഓക്കെ, നമുക്ക് എക്സാം ഒന്ന് കഴിഞ്ഞ് 10 ദിവസം ലീവ് കിട്ടില്ലേ. ആ 10 ദിവസം കുറച്ച് വീഡിയോ നോക്കാം. പിന്നെയും കുറേ സമയം സ്കൂൾ വന്നിട്ട് പിന്നെയും കുറേ സമയത്ത് പിന്നെ പരീക്ഷ വരും. പിന്നെ 2 മാസം പൂട്ടും സ്കൂൾ. നമുക്ക് അടിച്ച് കൂടിയിട്ട് അതിൻ്റെ പേരിൽ ഓനെ വിളിച്ചിട്ട് വീഡിയോ ചെയ്യാം. ഓക്കെ, നമ്മളന്ന് പോയില്ലേ നേരത്തെ പറഞ്ഞ നമ്മളെ ഇലുമ്പല്ല വീട്ടിലെടുത്ത് വന്നിട്ടില്ലായിരുന്നു. എൻ്റെ പേരെടുത്ത് ഇങ്ങനെ കളിക്കുന്ന നമ്മളെടുത്ത് കളിക്കുന്ന വീഡിയോ അയ്യോനെ പോയി വിളിക്കുവാണെങ്കിൽ ഇപ്പോൾ എനിക്കെല്ലാം സ്കൂളുണ്ടാവും, അവിടെ വേറെ കേട്ടോ. ഓക്കെ, വെക്കേഷൻ ടൈമിലാണ് വരും ചിലപ്പോൾ. പക്ഷേ ഇപ്രാവശ്യം വരും സംശയമാണ്. അത് നോക്കുമ്പോൾ വിളിക്കാം വെക്കേഷൻ ടൈമിലാണ്. ഓക്കെ, അപ്പോൾ അതിലാട്ടെ ഞാൻ പുറത്തേക്ക് ചെയ്യാം. പിന്നെ ആരും ഉണ്ടാകാനായിരിക്കും. ഇവിടെ വീടെടുക്കാൻ പറ്റൂല, കാരണം എന്താ പുറത്ത് കഴിയുമ്പം ഈ തോടിൻ്റെ മുകളിൽ കൂടെ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ടാവും. വേണ്ടാത്തൊരു ഒറ്റ മനുഷ്യൻ പോലും പോയില്ല മുകളിൽ കൂടെ. വേണ്ടായിരം നിറച്ചു വാങ്ങുന്നുണ്ടാവും. വേണ്ടാത്തരല്ലേ ഒരൊറ്റ മനുഷ്യനുണ്ടാവില്ല. വേണ്ട സമയത്ത് നിറച്ചു ആളെടുക്കും. അതുകൊണ്ടോ ചളിയെ മൊത്തം തോട്. കാരണം വെള്ളം വറ്റി കേട്ടോ, തോട്ടത്തിൽ പിന്നാരാവുന്ന വരുന്നുണ്ട്. ഒക്കെ ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ കുഴപ്പം കേട്ടോ. ഒരു രക്ഷയില്ല, അവിടെ നിന്നാ പ്രശ്നമാണ്. ഒരു കാര്യം ചെയ്യാം, വീടിൻ്റെ ബാക്കിൽ പോവാം, അതാണ് നല്ലത്. കയ്യല്ല നമുക്ക്
ദേഷ്യം പിടിക്കുന്നു. പുറത്ത് കീഴാക്കി ദേഷ്യം പിടിക്കുന്നുണ്ട്. ഞാൻ പുറത്ത് കീഴാത്തത് ഞാൻ പുറത്ത് കീഴ ഓരോ ഒച്ചപ്പാടും ബഹളവും ഞാൻ അടങ്ങാറായിരിക്കും. അപ്പോൾ 2 മാസം വെക്കേഷൻ ഇല്ലേ, അത് കൂട്ടിട്ട് എന്നാൽ നമുക്ക് അയ്യോനെ വിളിക്കാം. അയ്യോനെ വിളിച്ചിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം പണ്ടത്തെ പോലെ. പണ്ട് ഞാൻ കുറേ വീഡിയോ ഇട്ടില്ലായിരുന്നു. ഞായറാഴ്ച തുള്ളി കളിക്കുന്നത്, മറ്റേ സ്വിച്ച് ഇട്ട് കളിക്കുന്നത്, അതെല്ലാം നോക്കാം. വിളിച്ചോ ഫസ്റ്റ്. ഓക്കെ, അത് കേട്ടെ. ഇപ്പോൾ ഇതാ നമ്മൾ ബാക്കേ പുറത്തെത്തി. അകത്തേക്ക് ഡോറെല്ലാം കാണുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അങ്ങനെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് ഹാളിതാ. ഓക്കെ, നമ്മുടെ റൂമുണ്ട്. റൂമിൽ കാണിച്ചു തരാം. ഇപ്പോൾ ബുക്ക് കഴിഞ്ഞാൽ ഈ റൂമിൻ്റെ ജനൽ ഓപ്പണാണ്. കാണുന്നുണ്ടോ വയസ്സ്? എൻ്റെ ഫോൺ കിട്ടി. ഓക്കെ, ആ ജനൽ ഓപ്പണാണ്. ഓക്കെ, അതുകൊണ്ടാണ് എടുത്തത്. ഇവിടെ ഇത് നഷ്ടം പ്ലാസ്റ്റിക്കാണ്. നല്ല കാറ്റ് വയസ്സ്. എന്തോ മഴക്കുള്ള സാധ്യത ഉണ്ട്. അന്ന് ഇങ്ങനെ തന്നെയാണ് ഭയങ്കര കാറ്റടിച്ചേ. ഓക്കെ, ഇവിടെ ഒരു കൊട്ടത്തേക്ക് ഉണ്ട്. തോടിൽ വെള്ളമില്ലായിരുന്നു. ഞാൻ അല്ല റോഡിലിറങ്ങി ഫുള്ള് ചളിയാണ്. റോഡിൽ വീണിക്കണ്ട കാല് ഫുള്ളായിട്ട് ആണ്ട് പോകും. അങ്ങനത്തെ ചളി നീര് കാണിച്ചു തരാം. ട്രെയിൽ കാണിച്ചു തരാം. കണ്ടോ, കട്ട മറ്റേ കറുത്ത പശുവിൻ്റെ ചാണകം പോലെ ഉണ്ട് ചളി. ഇത് കീഴ് എന്തായാലും കാലാണ്ട് പോയി ചാൻസ് നല്ലോണം. ഇതിൽ മീൻ ചളി ഉള്ളിലുണ്ടാവുകയാണെങ്കിൽ ചളി കുറച്ച് ചളിയൊന്നും അടിയിൽ വെള്ളമാണ് ചിലപ്പിൻ്റെ. അപ്പം ഇവിടെയാണ് ഇതെന്താ മങ്ങാല പേരത്തെ പ്ലേറ്റ് ഇരുന്നു. ഇവിടെ പ്ലേറ്റ് അല്ല, ആ കവറ് തോട്ടിലിട്ടുണ്ട്. അത് ദിവസം കൂടെ നടക്കാം. ഇനിയിപ്പോൾ ആരം വന്ന് ഇറങ്ങാറാണ്. ഫോൺ പിടിച്ച് നടക്കാൻ ഇറങ്ങാറ്. ഉണ്ടോ, ഇവിടെ ഒന്നും വെള്ളമില്ല. അങ്ങോട്ടുണ്ട് വെള്ളം. ഈ തോടങ്ങാണ്. ഈ തോട് അങ്ങാണ് ഇതിൻ്റെ അവസാനം. ടൗണിൻ്റെ ആടം വരെ ഈ തോടുണ്ട്. നീണ്ട വലിയ തോടാണ്. അങ്ങോട്ട് അങ്ങെല്ലാം ഉണ്ടല്ലോ. ഭയങ്കര വലിയ തോടാണ്. നമുക്കിവിടെ കമ്പി വേലൊക്കെ കെട്ടിയിട്ടുണ്ടോ. കമ്പി വേലി ഇതാ. പാമ്പുണ്ടോ കാണിച്ചിട്ടുണ്ട്. തൽക്കാലം ഇങ്ങോട്ടൊന്നും വേണ്ടിയൊരു കാര്യമില്ല. നമുക്ക് തിരിച്ചങ്ങോട്ടൊക്കെ പോവാം. ഓക്കെ, ഇപ്പം ആരെയും കാണില്ല ഓടുന്നത്. ഇനിയിപ്പോൾ വേറെ ആരും വരും അറിയില്ല. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മളിപ്പോൾ 7 മിനിറ്റ് വീഡിയോ ചെയ്യും. നമുക്കൊരു 10 മിനിറ്റിൽ വീഡിയോ ചെയ്യാം. എന്നാലും പണ്ടത്തെ പോലെ ഉജാലാക്കിയിട്ട് ഉജാലില്ല കേട്ടോ ആൾക്കാർ തീർന്നു. ഓക്കെ, നമുക്ക് വേണം ടൗണിലേക്ക് പോയാലോ. പക്ഷേ ടൗണിലൊക്കെ ഒന്ന് ഫോൺ എടുത്ത് പോകാൻ പറ്റൂല വയസ്സ്. കാരണം ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ ഫോൺ പിടിച്ച് നടക്കുന്ന ആൾക്കാർ ചോദിക്കൊന്നുമില്ല. കാലം അറിയുന്നതാരം കണ്ടിക്കുന്ന പ്രശ്നമാണ്. എന്നെ അറിയുന്നതാരെങ്കിലും കണ്ടിക്കണേ ചോദിക്കും എന്താ ഫോൺ പിടിച്ച് നടക്കുന്നത്. ഓക്കെ, നമ്മുടെ കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനത്തന്നെയാണ്. ആരൊന്നും കാണിക്കൊന്നുമില്ല. ഓക്കെ, കണ്ടോ 2 ആന പോലത്തെ കല്ലുണ്ട്. എന്തിനാ ടേബിളാക്കിയെന്ന് തോന്നൂടാ. ഓക്കെ, നമ്മൾ ചെടിക്ക് വെള്ളം കൊടുക്കട്ടെ. കണ്ടോ, ഉണങ്ങി വരണ്ട് വരുന്നുണ്ട്. അങ്ങനത്തെ പോലായി. പാട്ട വരെ ഉണങ്ങി. എന്നാണ് ഞാൻ ചെടിക്ക് ഉണങ്ങുന്ന പാട്ട. ഇത് ഫുള്ള് പെയിൻ്റ് അടിച്ച് വരുന്നുണ്ട്. ഇതിന് വെള്ളം നോക്കട്ടെ ഇനി. ഓക്കെ, വെള്ളം മറിയട്ടെ. ഓക്കെ, ഇത്രയായി. ഇപ്പോൾ കുറേ വെള്ളം ഒഴിക്കാത്ത തണുപ്പല്ല. ഇപ്പോൾ തണുപ്പാണ് ചെടിക്ക് വെള്ളം വേണം. കുറച്ച് അണിയുണ്ടത്. ഈ ചെടിയാണ് നോക്കല്ലേ ഞാൻ. മേലത്തെ ചെടിയാണ് നോക്കലുണ്ട്. ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് നമ്മൾ വെള്ളം ഒഴിക്കില്ല. ചെന്നിട്ടൊരു മണ്ണിനൊക്കെ നനവുണ്ട് കേട്ടോ. ഇതൊക്കെ ബബിൾസ് വരുന്നു. ചെടിയിൽ നിന്ന് ബബിൾസ്. ഓക്കെ, അത്രമായി ഇരിക്കാലോ. അതുകൊണ്ട് കുറേ ഭാഗം ഉണങ്ങി, കുറേ ഭാഗം ഉഷാറിയുന്നുണ്ട്. അതിന് വലുതാട്ടോ. നല്ല വലിയ ചെടിയാവും. അത് വലിയ പുൽച്ചെടിയാണത്. പുൽച്ചെടി എന്നറിയപ്പെടുന്നു ചില. നിങ്ങളുടെ നാട്ടിലെന്താ പറയുന്നത് അറിയില്ല. നിങ്ങളാണിത് ശരിക്കും ഒരേ വയസ്സ്. ഇവിടെ ഇഷ്ടംപോലെ വെളിച്ചിലുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വെളിച്ചിലൊക്കെ കൂട്ടി വെക്കാം. അടിക്കൽ 2 വെളിച്ചിലിട്ടുണ്ട്. വെളിച്ചിൽ ഇവിടെ ഇഷ്ടംപോലെ വെളിച്ചിലുണ്ട്. അങ്ങനെ നമുക്കിതല്ലേ ഈ അരുളാക്കിയിട്ട് കൂട്ടി വെക്കാം. ഇതവിടെ ഇപ്പം എത്ര ഉണ്ടായി? ഇരുൾ വന്ന് ഇവിടെ തെങ്ങിനൊക്കെ ഇതൊക്കെ തേങ്ങ വേണ്ട സാധനമാണ്. തേങ്ങ ഇങ്ങനെ വീണ് പോകും ഗർഭത്തിൽ തന്നെ. ഓക്കെ, 1 2 3 4 5 6 7 തേങ്ങ ഇവിടെ. 7 വണ്ണം വെക്കാത്ത തേങ്ങ ഉണ്ട്. ഇനിയും ഉണ്ടാവും കേട്ടോ. ഇവിടെ ഇതൊരു ഉണങ്ങിയ തേങ്ങ വേണ്ട സാധനം വെളിച്ചിലേക്ക് പോകുന്നത്. ഇവിടെ നോക്കിയിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കഴിച്ചിരിക്കാം. ഇതൊക്കെ കടക്കുന്ന കീഴ് ചില കാടാണ്. അതൊക്കെ ഞാൻ പാമ്പ് അടിക്കുന്നത് ഇപ്പോൾ.
8 9 കുറച്ചു പോയി. ഓക്കെ, ഇവിടെ കുറേ ഉണങ്ങിയ തേങ്ങയില്ല, ആരും നോക്കാത്തതുകൊണ്ട് ഉണങ്ങിപ്പോയി മൊത്തം. ഇവിടെ ഇതൊരു ഇപ്പം മൂലം തോന്നുന്നു, നല്ല വൃത്തിയിലുണ്ടെന്ന്. ഓക്കെ, വേറെ വെളിച്ചിടുന്നില്ല, പ്രത്യേകിച്ച് ഒരു പണിയില്ല, നമുക്ക് വെളിച്ചമാക്കി ഇവിടെ വിളിക്കാം. ഞാൻ വേറെ സാധനം കാണിച്ചു നിങ്ങൾക്ക്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒളിച്ചിരുന്ന് കഴിച്ചൊന്ന് 10-11 ഉണ്ടോ. പുറ്റ് ഉറുമ്പിൻ്റെ പുറ്റാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുറ്റാണോ അറിയാം. ഇതുകൊണ്ട് ചെതലുണ്ട് ഉള്ളിൽ, ഫുള്ള് ചെതലാണ്. ഇവിടെ നിറച്ചതാ ഇങ്ങനെ വണ്ണത്തിൽ പോയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങോട്ടൊന്നും തപ്പി വെക്കാം, ചില വെളിച്ചിൽ കിട്ടും. ഉണങ്ങിയ വെളിച്ചിലുണ്ട് കുറേ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് പണിയില്ലല്ലോ, വെളിച്ചിലും എടുത്ത് നിൽക്കാം. ഇവിടെ ഇതൊരു വടിയുണ്ട് കേട്ടോ, നമുക്ക് വടിയില്ലേ, ഈ വടിയെല്ലാം കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ കൂട്ടി വെച്ചിട്ട് ഇവിടെ ടെൻറ്റ് വരാക്കിയത്. ഏതാ ഞാൻ കാണിച്ചാൽ ട്രയൽ കാണിച്ചാൽ ഇതുണ്ടോ, ഇങ്ങനെ കുറേ വടി വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ടെൻറ്റ് വരെ. ഇതിനോട് പാമ്പ് ഒരു തലക്കടിച്ചേന്, അത് അങ്ങനത്തെ പണിയൊന്നും വേണ്ട, ആർക്കും എടുക്കട്ടെ, നമുക്ക് നമ്മളെ പണി ചെയ്യാം. ഓക്കെ, ഓക്കെ ഗൈസ്, അങ്ങനെ കാര്യങ്ങളൊക്കെ. അത് ഇവിടെ എല്ലാം ചളിയാണുണ്ട്, കാലും ചളിയായി, ചെരുപ്പിനുള്ള ചളിയായി ഫുള്ള്, വെളിച്ചേ കാണുന്നില്ല, അത്രേ ഉള്ളൂ തോന്നുന്നു. വീട് മൊത്തം കറങ്ങിയേനി ഒരു പ്രാവശ്യം. ഇവിടെ ഇതൊരു കുഞ്ഞ് വെളിച്ചിട്ടുണ്ട്, സാധനം നമുക്ക് എടുക്കാം. ഇവിടെ ഇത് ഇഷ്ടം പോലെ ഗൈസ്, 13 14 ഇന്ന് വലുതാ. ഇങ്ങനത്തെ വേണ്ട നമുക്ക്, നമ്മൾ ചെറുതാണ് ഇട്ടത്. നമുക്കെല്ലാം കൂട്ടിയിട്ട് ഒരു കറി ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ കറിയൊക്കെ 12 മിനിറ്റ് ആയാലും വീഡിയോ ഇതാ. ഇവിടെ ഒക്കെ ഇഷ്ടം പോലെ ഇനി ഇവിടെ കാണുന്നുണ്ടോ ചെയ്യാൻ? ഇവിടെയൊക്കെ തെങ്ങുണ്ട്, പക്ഷെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ എത്ര എണ്ണി കാണിച്ചു ഞങ്ങൾക്ക് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അപ്പോൾ നമുക്ക് 20 വലിച്ചിട്ട് കണ്ടെത്തണം, നമ്മുടെ ടാസ്ക് ഇതൊക്കെ. ഓക്കെ, അപ്പം ജസ്റ്റ് ഇവിടെ കണ്ടെത്തി നോക്കാം. ഈ കണ്ടത്ത് പാമ്പുണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവില്ല. പാമ്പേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. തൽക്കാലം ഇവിടെ ഇങ്ങനെ ഡേഞ്ചറാണ്, നമുക്ക് തൽക്കാലം ഇങ്ങോട്ട് പോവാം. ഓക്കെ, 13 മിനിറ്റ് വീഡിയോ. ഇത് വേഗം സമയം പോകുന്നത്, എനിക്ക് രാവിലെ 5 ആയിരുന്നു. ഇവിടെ ഇതാ സിസ്റ്റം പോരുക, അരുണ ഐസ്ക്രീമിൻ്റെ കുപ്പി ഇതവരെ ഇതിൽ ആരും കുടിച്ചിട്ട് ഞാൻ കുടിച്ചല്ല എന്തായാലും. ഇല്ല, ആൾക്കാരെല്ലാം പ്ലാസ്റ്റിക് തേച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽക്കൂടെ പോകുന്ന ആൾക്കാരല്ല ഗൈസ്, ജ്യൂസ് കുടിച്ചാലും ലേസ് തിന്നാലും എല്ലാം നമ്മളെ പറമ്പിലേക്ക് ചാടുന്നത്, എല്ലാ കച്ചറയും ഇവിടെ തേനീച്ച ഫുള്ള് പ്ലാസ്റ്റിക്കാണ്. ഞങ്ങൾക്ക് കണ്ടില്ല, ഒരുത്തരുണ്ട് ഇപ്പോൾ ചാടിച്ച് പോകുന്ന പാട്, അവിടെ തലവണ അടിച്ച പോയി ചാടണം. ഓക്കെ, ആ ബോക്സ് ചാടണ്ടായിരുന്നു, കയ്യിൽ വെളിച്ചം കിട്ടുമൊക്കെ ഇപ്പോൾ എടുക്കാനുള്ള. ഗൈസ് ഇവിടെ മാങ്ങയുടെ സീസൺ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, നിങ്ങളവിടെയൊക്കെ ഇതുണ്ടോ ഗൈസ്? അപ്പോൾ ഇതാ ആടെ ഫുള്ള് മാങ്ങ സീസൺ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. നമുക്കടെ കരിഞ്ഞ മുകളിൽ കയറാം. ഇവിടെ നല്ല രസമുണ്ടാവും, നല്ല ഹൈറ്റ് തന്നെയുണ്ട്. ഇനി മോൾ അതിൻ്റെ അടുത്ത് കയറിയതാണ്. ഇനി മോൾ ഞാൻ കയറില്ല, ഞാൻ പുറത്തന്നെ ഇറങ്ങിയില്ല, ഇങ്ങനെ കയറിയതിൻ്റെ മോള് ഗൈസ്. ഒരു കുഞ്ഞ് ബോൾ, ഇതാ ബാസ്കറ്റ് ബോൾ പോലത്തെ ഒത്തിരി ഉള്ളൂ, ബൗൺസിങ് ബോളുകളുണ്ട്. പൊട്ടീന് ഫുള്ള് കയറിപ്പോയിന്. ഇവിടെ ഫുള്ള് ചക്കാണ്, ഇവിടെ ഷീറ്റൊക്കെ ഉണ്ട്. ചവിട്ടി ഞാൻ കാലൊടി കാവരായിരിക്കും. ഓക്കെ, ചവിട്ടുണ്ടാ. ഓക്കെ, പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ വേറെ നമ്മൾ കാണിക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇവിടെ ഫുള്ള് കുപ്പി കഷ്ണമാണ്, കാൽമൊക്കെ ആയിട്ടുണ്ട്, കൈയല്ല. തുള്ള നമുക്ക് വെക്കോ.
അകത്ത് വരെ ഇതാ ചപ്പിന് വേറെ പണിയൊന്നുമില്ലടി. ഇവിടെ ചൂടുണ്ട്, നമുക്ക് അടിച്ചു വരണം. ഞാൻ എന്താ പെണ്ണാ അടിച്ചു വരാൻ. ഓക്കെ കാര്യങ്ങളൊക്കെ പിന്നെ നല്ല വിശാലമായി വെയിൽ വരുന്നുണ്ട് കേട്ടോ. 12 മണിയായി, അങ്ങനെ വെയിൽ വരുന്നുണ്ട്. ഓക്കെ നമുക്കൊരു ഒന്ന് കാണണം ഗൈസ്. ഇതല്ലോ ഈ കുരുമുളകില്ലേ, ഈ മരത്തുമുള്ളതാണ്. ഞാൻ ഒരിക്കൽ വീണിട്ട് എടുത്ത് വെച്ചാണ്, പച്ച കണ്ടു നേരം. ഇപ്പോൾ ഇത് വെയിലൊന്നും കൊണ്ടുകൊണ്ട് ഉണങ്ങി, നല്ല കുരുമുളകിൻ്റെ മണമുണ്ട്. നമുക്ക് ഇതിലിട്ടിട്ട് വെള്ളത്തിലിട്ട് കലക്കിയിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. അത് ഉണ്ടാക്കിയാലോ ബാലരിസ്കോ. അതിൽ പ്രത്യേകിച്ച് ഒരു പണിയില്ല, നമുക്ക് ഒന്നും ഉണ്ടാക്കാം. ഒരു പച്ച കൂടി പറിച്ചാലോ. ഇവിടെ താഴൊന്നും ഇല്ല കേട്ടോ, സാധനം മേലെയാണുള്ളത്. ഓ ഇതല്ലേ ഈ ചപ്പ് കാണിച്ചുകൊണ്ട് ഒരു പരിചയമുണ്ട് എനിക്ക്. ഇന്ന് ചോദിച്ച ചപ്പാണ്, നമ്മുടെ ബിരിയാണിയുള്ള ചപ്പില്ലേ അതാറുണ്ട് കേട്ടോ. നമുക്ക് അതുകൂടി പറിക്കാം, നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാം ഇവിടെ. ഓക്കെ വീട്ടിലുണ്ട് സാധനം. മാറിപ്പോയി. ലാടുണ്ട് കേട്ടോ സാധനം. ഇതിൻ്റെ മരമാണ്. പിന്നെ ബിരിയാണിയുള്ള ഇലയില്ല അതിൻ്റെ എത്തുക. നോക്കട്ടെ, അത് ഉണങ്ങിയാൽ നമുക്ക് ബിരിയാണി ഇടാം. ഓക്കെ പക്ഷേ ഇപ്പോൾ പാമ്പുണ്ടാവോ, പൊടിയുണ്ട്. ഇവിടെ ഫുള്ള് കാടാണ് കേട്ടോ. ഇതൊരു തോടാണ്, ഇവിടെ ഫുള്ള് അടഞ്ഞു പോയതാണ്. ഇതേപോലത്തെ വഴിയാണ് ഇപ്പോൾ. അറുബേക്കാണ് പോകാനായിട്ട് ഇവിടെ ഫുള്ള് അടഞ്ഞു പോയി. ലെറ്റ്സ് ഗോ. ഇപ്പുറത്തെത്തി നമ്മൾ. നമുക്ക് വേറെ ഒന്ന് പറിക്കാൻ വിടുന്നു. എത്തൂല വരും. യെസ് കിട്ടി, ഒന്ന് കിട്ടി. എടുത്തുകൊണ്ട് പോവാം. അത് ഞാൻ നിൽക്കുന്നത് നല്ലതല്ല. ഈ തോടിൽ ഇപ്പോൾ പോയി ഞാൻ വീണൻ്റെ പുറം പൊളിയിലെടുക്കും. ഓക്കെ ഇതാ ചപ്പ് കിട്ടി. ഇനി മറ്റേ ബിരിയാണിൻ്റെ മണം ഉണ്ടാവും, നോക്കട്ടെ. ഉണ്ട് കേട്ടോ സാധനം. ഇതന്നെ എല്ലാതും ഇപ്പം മണം ഉണ്ടാവില്ല. ഇത് ഉണങ്ങിയ മണം ഉണ്ടാവും. ഉണങ്ങിയ നമ്മുടെ ബിരിയാണിയുടെ നിലേൻ്റെ മണമാണ്. നമുക്കെല്ലാം ഇവിടെ ചെയ്യാം. ഇവിടെ കുരുമുളക് ഇവിടെ വേണ്ട, ഇവിടെ ചെയ്യാം. ഇവിടെ കുരുമുളക് ഇവിടെ വെച്ച് ഞാൻ നോക്കട്ടെ കേട്ടോ. കുരുമുളക് വിചാരമുള്ള സൂപ്പറാണ്, വിചാരില്ല. ഇവിടെ ഒരു വെളിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ മൂടിയാൽ നിന്ന് അവിടെ ഇല്ല. നോക്കി ഇഷ്ടം പോലെ ഉണ്ട് വെളിച്ചിരിങ്ങ. വിചാരിക്കുന്ന പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ കിട്ടി 2 എണ്ണം 3 എണ്ണം 4 എണ്ണം 5 എണ്ണം. 5 വെളിച്ചിരി നമുക്ക് ഇവിടുന്ന് കിട്ടി. ഈ സ്ഥലത്ത് നിന്ന് ഇതാ നമുക്ക് എല്ലാം തന്നെ വെക്കാം. എന്നിട്ട് കറയിലിട്ട് ഇറക്കാം. ഓക്കെ നേരത്തെ വെച്ച് ചെടിൻ്റെ വെള്ളം വെച്ചാൽ വഴറ്റിയിട്ടുണ്ട്. ഇതിലുണ്ട് ഇപ്പോൾ. എന്തായാലും ഇതിലേക്ക് കലക്കാം. അവിടെ ഒരു പെയിൻറ്റിൻ്റെ പാട്ടാണെങ്കിൽ പെയിൻറ്റ് ഉണ്ടെന്ന് നോക്കട്ടെ. പിന്നെ നമുക്ക് പെയിൻറ്റ് ഉണ്ടെങ്കിൽ മിക്സ് ചെയ്യാം. ഒന്നുമില്ല കേട്ടോ, ഇതൊന്നുമില്ല പെയിൻ്റൊന്നും. അതുകൊണ്ട് പെയിൻ്റൊന്നും ചെറിയൊരു കളവുണ്ട്. നമുക്ക് ഇതിൽ പെയിൻറ്റ് കലക്കാൻ ആൾക്കാരും. ഇത് വേണ്ടെന്നാൽ ഇതിൽ പെയിൻ്റ് ഉണ്ട്. ലൈൻ മേലൊന്നുമില്ല, എല്ലാം തീർന്നതാണ്. ഓക്കെ നേരെ പോവാം. ഓക്കെ ഇവിടെ ചപ്പ് കീറിയിട്ടാം. അതിൽ മുമ്പ് ഇവിടെ ഫോണോട് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ചപ്പ് കണ്ടെത്തണം. ഓക്കെ ഗൈസ് ഇതാ നമ്മുടെ ക്യാമറ സെറ്റായി. നമുക്ക് നേരെ കീറിയിട്ടാം. ലെറ്റ്സ് ഗോ. എന്ത് കറിയാണെന്നൊക്കെ അറിയില്ല, പണ്ടൊക്കെ ഉണ്ടാക്കി. ഇപ്പം ഒരു പ്രത്യേകിച്ച് ബോറടിക്കുന്നു അതുകൊണ്ടാണ്. ഓക്കെ ഉടക്കി നമുക്ക് കളിയും ചെയ്യാൻ തൽക്കാലം. ഓക്കെ കറി ഉണക്കിയതാ. ഓക്കെ നമ്മളെ കുറച്ച് സംഭവങ്ങൾ സെറ്റാക്കണം. നമുക്ക് ടെറസിൻ്റെ മുകളിൽ ടെൻറ്റ് കെട്ടില്ല ഗൈസ്. നമ്മളെ ഏറ്റവും മേലെ ടെറസില്ലേ, അവിടെ തിയേറ്റർ സെറ്റപ്പാണ്. നമുക്ക് അവിടെ ടെൻറ്റ് കെട്ടാൻ നോക്കാം ആൾക്കാരും. നമുക്ക് ടെൻറ്റ് കെട്ടുന്നൊരു വീഡിയോസ് വരാം കേട്ടോ. ടെൻറ്റ് കെട്ടാൻ പറ്റിയ സാധനങ്ങളൊക്കെ വേണം. എന്നാണ് ടെൻറ്റ് കെട്ടാത്തത്. ഗൈസ് കുരുമുളക് തേച്ച് വരുമ്പോൾ ആൾക്കാരും നമുക്ക് മെല്ലെ പൊട്ടിച്ചിടാം. കൈ എരിയുന്നു ഇപ്പോൾ തന്നെ. ഉണങ്ങി തോന്നുന്നു സാധനം. നല്ല കുരുമുളകിൻ്റെ മണമുണ്ട്, നല്ല കുരുമുളകിൻ്റെ മണമുണ്ട്. ഉണ്ടോ സാധനം. ഇതിൻ്റെ കൊമ്പൊക്കെ ചെയ്ത് പൊടി ഇതെന്താ കളിക്കുന്നത്. ഓക്കെ ഗൈസ് പോയി വീണ് പോയില്ല. ഇപ്പോൾ കറികൾ വാങ്ങിയിട്ടുണ്ട് ആൾക്കാരോ. നമുക്ക് വെളിച്ചെങ്കിലും ഇടാം. ലെറ്റ്സ് ഗോ. വെളിച്ചെങ്കിൽ കറി വിടാൻ റെഡി ആയിരിക്കുന്നു. നിങ്ങൾ ടേസ്റ്റ് ചെയ്യുക. ഓക്കെ കുറച്ച് പുല്ല് പറിച്ചിട്ടിടാം. പുല്ല് ഓലത്തെ ലുക്കുണ്ട്. പോട്ടെ റൈറ്റ്. ലാസ്റ്റ് നമുക്ക് ഒരു കറി വെക്കാം.
കളറായിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്തു, പെയിൻറ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്തു, പക്ഷെ പെയിൻറ് അതിലില്ല കേട്ടോ. ഏതാ അടുത്ത സാധനം? പോട്ടെ റൈറ്റ്, പോട്ടെ റൈറ്റ്, പോട്ടെ പോട്ടെ റൈറ്റ്, പോട്ടെ പോട്ടെ റൈറ്റ്, പോട്ടെ പോട്ടെ റൈറ്റ്. ഓക്കെ പോട്ടെ, തൽക്കാലം ഇത്ര മതി. കാണിച്ചെടുക്കുവാണെങ്കിൽ ഞാൻ ഇതാ ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് ഇതാ കണ്ടോ, ഫുള്ളൊരു അലങ്കോലായി കിടക്കുന്നുണ്ട്. ഇതാ ഒളിച്ചിട്ട് കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. എൻ്റെ മായി തെറിച്ചില്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോ. വീഡിയോസ് ലൈക്ക് ചെയ്യണം ഗൈസ്. ഇതാ അടുത്ത സാധനം ഇല തൂണിയിലേക്ക് അറ്റിടണ്ട. അപ്പോൾ ഇതാ കറി സെറ്റ്. ഇനി കറി എടുക്കുക, ഇങ്ങനെ വീശുക, ഒഴിക്കുക. വെളിച്ചൊക്കെ 4 കഷ്ണമായിട്ടുണ്ട്. ഈ പാട്ടെടുക്കുക, വെളിച്ച് ആകാശത്തേക്ക് അറിയുക, പാട്ടിൻ്റെ നടു ഒടുക്കിയിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗൈസ് എല്ലാം കോമഡിയാണ് അല്ലേ. നമുക്ക് നാളെ കാണണ്ട വീഡിയോയിൽ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.